കോഴിക്കോട് കണ്ണാടിക്കൽ മൂഴിക്കൽ ഭാഗങ്ങളെ വിഴുങ്ങിയിരിക്കുകയാണ് മഴക്കെടുതി. പല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂനൂർ പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഈ കണ്ണാടിക്കൽ പറമ്പിൽ ബസാർ മേഖലയിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴും വീടുകളിൽ നിന്ന് ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100-200ഓളം വീടുകളാണ് ഈ പ്രദേശത്തേക്കുള്ളത്. ഇപ്പോൾ 200ഓളം വീട്ടുകാർ ഇവിടുന്ന് ഒഴിഞ്ഞ് പ്രോവിഡൻസ് കോളേജിലേക്ക് പോയിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നിറയെ ആ താഴ്ന്ന വീട്ടുകാരെ കൂടുതലുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വീട്ടുകാരും ഇപ്പം പുതിയ വീട്ടുകാരൊക്കെ ഉള്ളു കുറച്ച് ഉയർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ കൊല്ലം വരുന്ന 2018 വളരെ വെള്ളപ്പൊക്കം വന്നതിന് രൂക്ഷമായിട്ട് അന്ന് വീട്ടിനുള്ളിലേക്കൊക്കെ കയറിയിരുന്നു. വീടിന്റെ അകത്തൊക്കെ വെള്ളം ഏകദേശം ഒരു 5 മണി 6 മണി ആയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇവിടെയൊക്കെ രാവിലെയൊക്കെ നമ്മൾ കുറഞ്ഞ വെള്ളം ഒഴുകി വരുന്നുള്ളായിരുന്നു. പിന്നെ 6 മണിൻ്റെ ശേഷം ശക്തമായിട്ട് വെള്ളം വന്ന് ആളുകൾ ഇപ്പോഴും ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറിയ സ്ഥിതിയാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. വീട്ടില് സുരക്ഷിതമല്ല. ഇനി നിൽക്കുന്നത് ശരിയല്ല, കാരണം വെള്ളം കൂടുക തന്നെ. തിരിച്ചു പോവാം. എത്ര വീടുകളുണ്ട് ഈ പ്രദേശത്ത്? കുറെ വീടുണ്ട്. 300 വീടുകളുണ്ട്. എപ്പോഴും ഇന്നലെ വെള്ളം കയറാൻ തുടങ്ങി? അധികം കയറാൻ തുടങ്ങിയ രാത്രി 10 മണിക്ക്. പുലർച്ചെ 4 മണിക്കാണ്. 4 മണിക്കാണ് ഇങ്ങനെ വെള്ളം കയറാൻ തുടങ്ങി. ഇനിയും ആളുകൾ മാറാനുള്ളവരുണ്ടോ ഇവിടെ? ആളുണ്ടാടെ വരാണ്ട്. അവർക്കൊക്കെ സുരക്ഷിതമായിട്ട് മാറാനുള്ള സംവിധാനം ഉണ്ടോ? ആയിക്കോട്ടെ, പോലും വരാൻ ബുദ്ധിമുട്ടില്ല. നടന്നു പോകാൻ പറ്റാത്ത ആളുകൾ. അതെ അതെ അതെ. അല്ല, അവർക്ക് എന്തെങ്കിലും അങ്ങനെ ബോട്ടുകളോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അവർക്ക് പോകാൻ? ഉണ്ടോന്ന് അറിയില്ല. അവിടെ ഉണ്ടോന്ന് വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വെള്ളം കയറാറുണ്ട് ഇവിടെ ഈ രീതിയിൽ? 2 കൊല്ലമായി കയറിയിട്ട്. അപ്പൊ 2018 ഏറ്റവും കൂടുതൽ. അതിനുശേഷം ഇങ്ങനെ വന്നത് ആദ്യമായിട്ടാണ്. ഈ കർണാടകയിൽ പ്രദേശത്ത് നിന്ന് ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുരക്ഷിതമായി മുകൾ നിലയിലൊക്കെ നിന്ന ആളുകളാണ്. അവിടെയും ഇനി നിൽക്കുന്നത് സുരക്ഷിതമല്ല. അതായത് ജലനിരപ്പ് ഇനിയും ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഈ പ്രദേശത്തു നിന്നും സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലുമൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യാസ്പി റാമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.